Hi students, cash flow statement അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് മെത്തേഡിൽ ചെയ്യുന്നു പറഞ്ഞല്ലോ, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഈ ഫസ്റ്റ് പാർട്ട് മാത്രമേ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് മറ്റും വരുന്നുള്ളൂ. അതിനുശേഷം വരുന്നതെല്ലാം രണ്ടിലും സെയിം ആണ്. അപ്പം മാറുന്നത് ഈ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഈ ഫസ്റ്റ് പാർട്ട് ചെയ്യാന്നുള്ളത്. ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ പീരീഡ്. ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷും ബിസിനസ് യൂസ് ചെയ്യുന്ന ക്യാഷും എന്താണ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. റിയൽ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ ഇതിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഐറ്റം പറയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. തേർഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ആ സെക്കൻഡും തേർഡും ഞാനിവിടെ പറയുന്നില്ല, ഫസ്റ്റ് പാർട്ട് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ഞാനിത് ഡയറക്റ്റും ഇൻഡയറക്റ്റും എങ്ങനെ അതിന് ഡിഫറൻസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേണ്ടുന്ന ഐറ്റംസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വേണ്ടുന്ന ഐറ്റംസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് എടുത്തിട്ടാണെങ്കിലും അത് മേലെ, അതായത് വെറും ഓപ്പറേറ്റിംഗ് ഐറ്റംസ് മാത്രമാണ് അതിലെടുക്കുന്നത്. അതായത് മേലെ വരുന്ന സെയിൽസ്, പർച്ചേസ്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കുള്ളൂ. പക്ഷേ അതായത് ട്രേഡിംഗ് അക്കൗണ്ട് മേലെ നിന്ന് താഴത്തോട്ടാണ് എടുക്കുന്നത് ഐറ്റംസ്. പക്ഷേ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ. ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് തുടങ്ങുക. അതായത് താഴെന്ന് മേലോട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏറ്റവും താഴെയാണ് നെറ്റ് പ്രോഫിറ്റ് ഞങ്ങൾ ഇട്ട് കൊടുക്കുക. ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മേലെ വരുന്ന നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് മാത്രമേ ഇതിലെടുക്കുള്ളൂ. ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒന്നും ഇതിലെടുക്കില്ല. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതായത് ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, ഡിപ്രിസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അത് മാത്രമേ ഈ ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കുള്ളൂ. അപ്പം ഡയറക്റ്റ് മെത്തേഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മേലെ നിന്ന് താഴോട്ട് നോക്കണം, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ. പക്ഷേ ഇൻഡയറക്റ്റ് മെത്തേഡ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രമേ എടുക്കുള്ളൂ, മേലോട്ട് പോകണ്ട. ഓക്കെ, അപ്പം ഞാൻ ഐറ്റംസ് പറയാം. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ക്വസ്റ്റ്യനിൽ ചിലപ്പം ആഫ്റ്റർ ടാക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിഫോർ ടാക്സ് ഉണ്ടായിരിക്കും. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിനോടുകൂടി ടാക്സ് എമൗണ്ട് ആഡ് ചെയ്തിട്ട് വേണം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാൻ. അതിനുശേഷം നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസ് ആഡ് ചെയ്യാം. നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്താണ്? ഡിപ്രിസിയേഷൻ വരും. ഡിപ്രിസിയേഷൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, ദെൻ ഇതൊക്കെ അറിയുന്നതാണ്, ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, റിട്ടേൺ ഓഫ്, അതായത് ഷെയറോ ഡിബഞ്ചറോ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് വരും. ദെൻ ഗുഡ് വിൽ, പേറ്റൻസ്, റിട്ടേൺ ഓഫ്, ഇതൊക്കെ സാധാരണ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്നതാണ്. അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോസ് ഉണ്ടെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിവിഡൻറ്റ് പേ ചെയ്ത ഡിവിഡൻറ്റ്. ദെൻ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, റിട്ടേൺ ഓഫ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം ചിലപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് ആ ഷെയർ ഏറ്റെടുത്തിട്ട് കമ്മീഷൻ ബേസിൽ എടുത്തിട്ട് അത് സെയിൽ നടത്തും. അതിനെയാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റേഴ്സ് ചിലപ്പം ബാങ്ക് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം,
ബ്രോക്കർ ആകാം, സ്റ്റോക്ക് ബ്രോക്കർ ആകാം. അപ്പോൾ അതിന് കൊടുക്കുന്ന കമ്മീഷനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ റൈറ്റ് ഓഫ് ചെയ്യുമ്പം അതും നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റിനോടുകൂടി ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. അതിനുശേഷം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടായിട്ട് തന്നതാണെങ്കിൽ മാത്രം, അല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നതാണെങ്കിൽ അതിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലെസ് ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡ് എന്ന് മറ്റു വരുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ അത് ലെസ്സാണ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന എമൗണ്ടാണ്, കമ്പനി വാങ്ങിയ ഷെയറിന് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഡിവിഡൻഡ് റിസീവ്ഡ് എന്നിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റം ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിഡക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ഇവിടെ ലെസ് ഇടുന്നില്ലെങ്കിലും ഇട്ടാലും ഇവിടെ എമൗണ്ട് കോളത്തിൽ ലെസ് ചെയ്യേണ്ട ഐറ്റം ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. അതായത് നെഗറ്റീവ് ഐറ്റം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. അപ്പോൾ ഈ ഐറ്റംസ് എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന് ശേഷം വരുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കേണ്ടതാണ്. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും നോക്കിയിട്ടാണ് പിന്നെ എടുക്കേണ്ടത്. അതായത് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നതാണെങ്കിൽ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നാൽ അതിൽ 2 വർഷത്തെ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. അതായത് 2 വർഷത്തെ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 2ാമത്തെ വർഷം കറണ്ട് അസറ്റ് കുറയുകയാണെങ്കിൽ എത്രയാണോ കുറയുന്നത് ആ ഡിഫറൻസ് മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് എടുക്കുമല്ല വേണ്ടേ, ഇൻഡിവിജ്വലായിട്ട് എടുക്കണം. അതായത് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് വരാം, സ്റ്റോക്ക് വരാം, അങ്ങനെ വരാം. അപ്പോൾ ഡെപ്റ്റേഴ്സ് കുറയുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡെപ്റ്റേഴ്സ് കാണിക്കുക, സ്റ്റോക്കും കുറയുകയാണെങ്കിൽ സ്റ്റോക്ക് എന്ന് കാണിക്കുക. ഡിഫറൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അത് ഇൻഡിവിജ്വലായിട്ട് കാണിക്കണം. അതുപോലെ കറണ്ട് ലാബിലിറ്റീസ് കൂടുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റീസും ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സും ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റീസും ആഡ് ചെയ്യാം. ഇതും ഇൻഡിവിജ്വലായിട്ട് കാണിക്കണം. കറണ്ട് ലാബിലിറ്റീസ് എത്ര കറണ്ട് ലാബിലിറ്റീസ് കൂടുന്നുണ്ടോ ആ കൂടുന്ന ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ ആഡ് ചെയ്യേണ്ടതിന് ബ്രാക്കറ്റ് ഇടണ്ട, ലെസ് ചെയ്യേണ്ടതിന് മാത്രമേ ബ്രാക്കറ്റ് ഇടണ്ടൂ. ഇനി ലെസ് ചെയ്യേണ്ട എന്താ, ഈ എഴുതുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലെസ് ചെയ്യേണ്ടത്. ഇവിടെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യേണ്ടത് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ് കൂടുന്നുണ്ടെങ്കിൽ, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കും ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ കുറയുന്നത് മാത്രം ഇവിടെ എടുക്കുക, കൂടുന്നത് ഇവിടെ എടുക്കുക, അതിൻ്റെ ഡിഫറൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഡിക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റീസും. അപ്പോൾ ഇത് രണ്ടും ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ലെസ് ചെയ്യേണ്ട ഐറ്റത്തിന് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പം ബ്രാക്കറ്റ് ഇട്ട ഐറ്റം ലെസ് ചെയ്യണം, ഇടാത്തത് ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് 2 റിസൾട്ട് കിട്ടി. നെറ്റ് പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. അതിൽ നിന്ന് കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഇനി ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷന് ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് ചെയ്യാം. അതായത് ഇൻകം ടാക്സ് കൊടുത്തത് ലെസ് ചെയ്യണം. നമ്മളിവിടെ ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ഇൻകം ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻകം ടാക്സ് ഇവിടെ ലെസ് ചെയ്ത് കാണിക്കുകയും വേണം. ലെസ് ചെയ്യാനുള്ളത് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിനോടുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻകം, അത് റെസീറ്റ്സ് ആകാം, പേയ്മെൻ്റ് ആകാം. റെസീറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, പേയ്മെൻറ്റ്സ് ആണെങ്കിൽ ലെസ് ചെയ്യുക. പേയ്മെൻറ്റ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഐറ്റമായിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് അഡ്ജസ്റ്റ് ചെയ്താൽ, അതായത് ചിലപ്പം പോസിറ്റീവ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ചിലപ്പം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ആണെങ്കിൽ ക്യാഷ് റെസീറ്റ്സ് ആണ്, നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ കാണിക്കുക.
ഇനി നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പം നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കാണിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ ചെയ്യണ്ട. ഇതിന് ശേഷമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ അത് എല്ലാം ഒരുമിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീടൊന്നിടാം. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ട് മാത്രം ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം.